ഇന്നത്തെ ആദ്യത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചനവും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ ദൈവം ഈ ഉത്ഥാന തിരുനാളിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈസ്റ്ററിൻ്റെ സന്ദേശം ദുഃഖവെള്ളിയാഴ്ച പോലെ നീണ്ടതല്ല. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്തുന്നതായിരിക്കും. പറയാനുള്ളതിൽ ആവേശത്തിലധികവും മനസ്സിലാക്കേണ്ടവർക്ക് ആവശ്യമെങ്കിൽ അതിൽ ആവശ്യമുള്ളതും പെസഹവ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നാമതായി ഈസ്റ്ററിൻ്റെ സന്ദേശമായി നൽകുന്നത് ഓരോ മരണവും അല്ലെങ്കിൽ ഓരോ മരണത്തിനും ഒരു ജീവനും ഒരു ഊർജവും ഒരു ജീവിതവും പുതുതായി നൽകാനുണ്ട് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ ചില സൗഹൃദങ്ങൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ ഓരോ വിധത്തിൽ നഷ്ടങ്ങളെല്ലാം ഓരോ മരണങ്ങളാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ഉയർപ്പും ഒരു പുതുജീവനും ഈ മരണങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഈസ്റ്റർ എന്ന് തിരിച്ചറിയുക. ഏത് നഷ്ടങ്ങളും ഏത് പരാജയങ്ങളും ഏത് തകർച്ചകളും അവിടം കൊണ്ട് തീരുന്നതല്ല, അതിനപ്പുറത്തേക്ക് ഒരു പുതുനാമ്പുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ പുതിയ ചെടി മുളയ്ക്കുകയും അനേകം ഗോതമ്പ് മണികൾ ആ ചെടിയിൽ വിളയുകയും ചെയ്യുന്ന മഹനീയമായ അനുഭവം പോലെ നമ്മുടെ ഓരോ വേദനാജനകമായ മരണതുല്യമായ സങ്കടങ്ങൾക്കും അപ്പുറം ഒരു മഹത്വമുണ്ട്. അതിനുവേണ്ടി ദൈവത്തിന്റെ ശക്തമായ കരത്തിൽ നമ്മളെ വിട്ടുകൊടുത്ത ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും അഭിഷേകത്തിന് വേണ്ടിയുമാണ് നാം പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എല്ലാ വേദനകൾക്കും ഒരു വേദനമുണ്ട്. വേദനിക്കുന്നുണ്ടോ അതിനപ്പുറത്ത് അതിനൊരു കൂലിയുണ്ട്. സഹനമുണ്ടോ അതിനപ്പുറത്ത് ഒരു രക്ഷയുണ്ട്, അതിനൊരർത്ഥമുണ്ട്. മരണത്തിനൊരു ഉയർപ്പുണ്ട്. അന്ധകാരം വരുന്നതിനപ്പുറത്ത് ഒരു പ്രകാശമുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ പാടിയ പോലെ ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കപ്പുറം പുലരിതൻ ശോഭയുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഇത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ച അന്ന് 2000 വർഷം മുമ്പ് ഈശോയെ കല്ലറയിൽ അടക്കിയ അരിമത്യക്കാരൻ ജോസഫും നിക്കോദേമോസും ഒക്കെ നിരാശപ്പെട്ടായിരിക്കാം ഒരുപക്ഷെ മടങ്ങിയിട്ടുണ്ടാവുക. എന്നാൽ 3 ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ കല്ലറയിലേക്ക് വന്ന മഗ്ദലന മറിയവും അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും മീൻ പിടിക്കാനായി കടൽ തീരത്തേക്ക് പോയ പത്രോസും കൂട്ടുകാരും ഒക്കെ കണ്ടത് ഇതിനെല്ലാം അപ്പുറമുള്ള ഒരു വലിയ നന്മയാണ്, വലിയ മഹത്വമാണ്. അവസാനമായി ഇത് നമുക്ക് തരുന്ന പാഠം എന്താണ്? നമുക്ക് മുമ്പിൽ നമ്മളെ തകർക്കാൻ ഒന്നുമില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് അവസാനത്തെ ശത്രുവായ മരണത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഈശോ വിജയശ്രീലാളിതനായി നമ്മുടെ മുമ്പിൽ ഈ കൊടി ഉയർത്തിയ രൂപത്തിൽ പ്രതീകാത്മകമായി ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു മരണമുണ്ട്. നരനായ ഉലകിൽ വന്നു പിറന്നാൽ മൃതിദാനന്ത്യം പരിപാവനമാം ഈശ്വര വിധിയാണ് ഒഴിവില്ലാർക്കും. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പാണ്, നിശ്ചിതമാണ്. പക്ഷെ അതെന്നാണെന്ന് മാത്രം നമുക്ക് നിശ്ചയമില്ലെന്നേ ഉള്ളൂ. എന്ന് മരണം നമ്മളെ തേടി വന്നാലും ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണഭയമില്ലാതെ മരണത്തെ ധീരതയോടെ നേരിടുവാനുള്ള കരുത്താണ് ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് തരുന്നത്. മരണമെന്ന് കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്ന അസ്വസ്ഥമാകുന്ന മനസ്സാണ് നമ്മുടേതെങ്കിൽ ഈസ്റ്റർ നമ്മളെ ബാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
മരണം ഒരുറക്കമാണെന്നും ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്നും എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കുമെന്നും പറഞ്ഞവൻ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഒരുങ്ങേണ്ടത് അവന്റെ മഹത്വത്തിൽ അവനോടുകൂടെ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വെളിച്ചമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇന്നെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമാണെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? എന്റെ കണ്ണടഞ്ഞാൽ അത് തുറക്കുന്നത് നിത്യനായ ദൈവത്തിന്റെ മുമ്പിലാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ജീവിതത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. കാരണം അവൻ ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിന്റെ സാക്ഷിയാണ്, അതിൽ വിശ്വസിച്ചവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം ഒരു നേട്ടവുമാണെന്ന്? എങ്കിലേ ഈ ഉത്ഥാന തിരുനാള് നമ്മളെ ബാധിച്ചു എന്ന് പറയാൻ കഴിയൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആഘോഷങ്ങളൊക്കെ തീരും. ഞാൻ ദീർഘിപ്പിക്കാത്തത്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോയി നോമ്പ് വീടേണ്ടതുണ്ട്. നോമ്പെടുക്കാത്തവർക്കും നോമ്പ് വീടാനുണ്ട് എന്നെനിക്കറിയാം. കാരണം നോമ്പെടുത്തില്ലെങ്കിലും നോമ്പ് വീടൽ ആഘോഷമാക്കാൻ നമ്മളെല്ലാം ഭക്തശ്രദ്ധരാണ്. അതിൻ്റെ തിരക്ക് ഇന്നലെ ഇവിടെ നിന്ന് വയ്യാവൂരേക്ക് പോയാൽ വഴിയോരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ആഘോഷങ്ങൾക്കിടയിൽ ഒന്നോർക്കുക, എനിക്ക് ജീവിതം ക്രിസ്തുവാണോ അതോ ഈ ലോകമോ ലോകസുഖങ്ങളുമാണോ? ഇതൊക്കെ ഇട്ടേച്ച് പോകേണ്ടി വരുമ്പോൾ മരണം എനിക്കൊരു നേട്ടമാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ, അതവന്റെ മഹത്വത്തിൽ പങ്കാളിത്തം ലഭിക്കാനുള്ള യാത്രയാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ, അവന്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കണം, ജീവിതം അവനായി മാറണം. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മരണവും ഞങ്ങൾക്കൊരു പുതുജീവൻ തരുന്നുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, ഞങ്ങളുടെ ആരോഗ്യം നശിക്കുന്നതായിരിക്കാം, ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കാം, ഞങ്ങളുടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. എന്തുമാകട്ടെ, എല്ലാത്തിനും അപ്പുറം ഒരു പുതുമ നീ തരുന്നുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങളുടെ വേദനകൾക്കെല്ലാം ഒരു പ്രതിഫലമുണ്ട്, വേദനമുണ്ട്. സങ്കടങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്, മരണത്തിനെല്ലാം ഒരു ഉയർപ്പുണ്ട്. അന്ധകാരത്തിനപ്പുറം ഒരു പ്രകാശമുണ്ടെന്ന് പ്രത്യാശയോടെ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ മരണമെന്ന യാഥാർത്ഥ്യത്തെ പ്രത്യാശയോടെ നേരിടണമെങ്കിൽ യേശുക്രിസ്തു മരിച്ചവരിൽ ഉയർത്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ കഴിയണം. ദൈവം അവനെ ഉയർപ്പിച്ചെങ്കിൽ അവനോടുകൂടെ നമ്മയും ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതം ക്രിസ്തുവാണെങ്കിൽ മരണം നേട്ടമായിരിക്കും. ദൈവമേ, ഞങ്ങളുടെ മരണത്തിൻ്റെ നിമിഷത്തിൽ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുവാൻ, അത് നേട്ടമായി അനുഭവിക്കുവാൻ ബലഹീനരും പാപികളുമായി ഞങ്ങളെ ഒരുക്കണമേ. അതിനായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ അൽത്താരയിൽ ഉയരുന്ന കാശിയോടും പീലാശയോടൊപ്പം ഉദിതനായ മിശിഹായുടെ ആണിപ്പഴുതാർന്ന കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാൻ, അവൻ്റെ മുറിവുകൾ അവൻ്റെ ഉദ്ധാന ശരീരത്തിലും നിലനിൽക്കുന്നത് പോലെ നമ്മുടെ എല്ലാ മുറിവുകളും നമ്മുടെ മഹത്വത്തിൽ ഗണിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ തളരാതെ മുന്നോട്ട് പോകാൻ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.